ഹലോ ഗെയ്സ്, ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? മിൽക്ക് മെയ്ഡാണേ. മിൽക്ക് മെയ്ഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? ആവശ്യമായത് 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാല് വേണം. കോൺഫ്ലവർ വേണം. 1 സ്പൂണ് കോൺഫ്ലവർ മതിയേ. 1 സ്പൂണ് കോൺഫ്ലവർ വേണം. അരക്കപ്പ് ഇതിൻ്റെ അരക്കപ്പ് പാൽപ്പൊടിയും വേണം. ഇതിൻ്റെ 2 കപ്പ് പഞ്ചസാരയും വേണം. ഞാനിവിടെ പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഓക്കെ. ഇതിൻ്റെ 2 കപ്പ് പഞ്ചസാരയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം പാല് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം. കട്ടിയുള്ള പാത്രമാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ കട്ടിയുള്ള ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പാത്രമാണ് എടുക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അത് നേരെയാവും. ഓക്കെ, പാല് പൊട്ടിച്ചൊഴിക്കട്ടെ. കട്ടിയുള്ള പാല് വാങ്ങിച്ചാൽ എളുപ്പമായിരിക്കുമേ ഇതുണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ സ്റ്റവ് കത്തിച്ച് ഇതാക്കി വെക്കും. ഇതൊന്ന് നല്ല തിളച്ച് വരുമ്പോഴേക്കും പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കാരണം പാൽപ്പൊടി കലക്കാനും പിന്നെ കോൺഫ്ലോർ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഇത് അടി പിടിക്കാൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂസ് ഇളക്കണം. ചരുവൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാല് തിളച്ച് വന്നാലും തൂകിപ്പോകാതെ ഇളക്കി കൊണ്ടേയിരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാല് തിളച്ച് തൂകും. അപ്പോൾ പാല് തിളച്ചായിരുന്നേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് പാത്രത്തിലേക്ക് 2 സ്പൂൺ പാല് മാറ്റിയെടുക്കാം. ഇത് പാൽപ്പൊടി കലക്കാനാണ്. ഇതിലേക്ക് 2 സ്പൂണ് പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് 2 സ്പൂണിൽ പാൽപ്പൊടി കാച്ചിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒഴിക്കും. 2 അല്ല 3 സ്പൂൺ ഒഴിച്ച് ഇതിരിക്കട്ടെ. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കലക്കാനായിട്ട് അപ്പം നമുക്കിതിനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സിമ്മിലാക്കാം. ഒന്ന് സിമ്മിലാക്കി വച്ചിട്ട് നമുക്കിത് പൊടി കലക്കിയതിന് ശേഷം ഫ്ലെയിം ഹൈ ആക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഈ അരക്കപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട് പാൽപ്പൊടി. ഞാനത് ഈ പാലിലേക്ക് ഇടണേ. ഒരു തരി പോലും ഇല്ലാതെ ഇളക്കി എടുക്കണം. ഞാനിവിടെ എവരിഡേ പാൽപ്പൊടിയാണ് എടുത്തത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇതൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അടിയിൽ പിടിക്കും, കട്ടയാവും. അടിയിൽ ഇങ്ങനെ ഒരുമാതിരി പാല് കട്ടിയായിട്ട് പിടിച്ചിരിക്കും. ഓക്കെ, അതുപോലെ പാടയും വരും. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. തരിയുണ്ട്. ഒരു കയ്യിൽ ഫോണ് പിടിച്ചേക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കുന്നത്. അല്ലെങ്കിൽ അത് കറക്റ്റ് എല്ലാം കലങ്ങി വന്നേനെ. പക്ഷേ എൻ്റെ കയ്യിൽ ഫോണാണ്. സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഈ ഫോണ് കയ്യിൽ പിടിച്ചെടുക്കുകയാണ്. തരിയുണ്ട്, പോയിട്ടില്ല. അപ്പോൾ ഈ പാൽപ്പൊടി നല്ലവണ്ണം ഒന്ന് കലക്കിയിട്ടുണ്ട്.
അതിൽ പൊടിയുണ്ട്. എൻ്റെ ഇതല്ലാതെ ഞാൻ ഗ്ലാസ് എടുത്തിരുന്നെങ്കിൽ ഇത് അത്രയും അതിൽ അലിഞ്ഞ് കിട്ടിയേന്. അപ്പോൾ ഇതൊരു ഇങ്ങനത്തെ പാത്രം എടുത്തത് കൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് ഇളക്കേണ്ടി വരുന്നത്. ഇപ്പോൾ പാൽപ്പൊടി ഓക്കെ ആയി കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1 സ്പൂണ് കോൺഫ്ലവറാണ് വേണ്ടത്, എടുത്തിട്ടുണ്ടേ. ഒരു തരി പോലും ഇല്ലാതെ വേണം ഇത് കലക്കി എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഈ പറഞ്ഞ കണക്ക് അതിൽ കട്ട കിടക്കും. ഇതിപ്പോൾ ഞാൻ വീട്ടിലെ ആവശ്യത്തിനായാലും ഞാൻ വലുതായിട്ട് നോക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇത് കോൺഫ്ലവർ കലക്കിയായിരുന്നു. അപ്പോൾ പാല് ഞാൻ സിമ്മിലാണ് വച്ചിരുന്നത്. അതിൽ കുറച്ചെല്ലാം കൂടെയൊക്കെ പിടിച്ച് കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ അത് ഒഴിച്ചു കൊടുക്കാവേ. കലക്കി വെച്ച കോൺഫ്ലവർ ഒഴിച്ചു എടുത്തപ്പോൾ അത് അടിയിലോട്ട് കിടക്കുന്ന പൊടിക്ക് ഞാൻ കലക്കി കൊടുക്കും. ഇനി ഇതൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇതാ പാൽപ്പൊടിയും കൂടെ പെട്ടെന്ന് ഒഴിക്കുകയാണ്. കാരണം കോൺഫ്ലവറാണ്. കോൺഫ്ലവർ എപ്പോഴും അത് കട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. ഇനി ഇത് കണ്ടിന്യൂസ് ഇളക്കണം. ഞാനിത് സിമ്മിലിട്ടാണ് ഇപ്പോൾ ഇളക്കുന്നത്. കാരണം എന്തെന്നറിയോ, ഇത് അടിയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ആകുമ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ സിമ്മിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് അടി പിടിക്കാതെ കിട്ടും. അല്ലെങ്കിൽ അത്രയും കട്ടിയുള്ള പാത്രമായിരിക്കണം. ഇത് അത്രയ്ക്കും കട്ടിയുള്ള പാത്രമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്മിലിട്ടാണ് ഇളക്കുന്നത്. അതെ, ഞാൻ ഈ പാത്രത്തിലാണ് ഇത് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ പാത്രത്തിൽ ഇങ്ങനെ അടിയിൽ കരിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് കേട്ടൊരു എല്ലാം ഒരു പരീക്ഷണമാണ്. അങ്ങനെ ഞാനതിനെ ഈ അരിപ്പയിൽ അരിച്ച് വേറൊരു നോൺ സ്റ്റിക്ക് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൽ ചെയ്യാം. കാരണം പിന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതിന് കുഴിവില്ലാത്തതുകൊണ്ട് മിക്കവാറും അത് സ്റ്റൗവിൻ്റെ പുറത്തായിരിക്കും കിടക്കുന്നത്. ഞാൻ എടുക്കണേണ്ട് പറയണില്ല, ഞാൻ എന്തെടുത്താലും അത് കൊള്ളാവും. അപ്പം ഞാനത് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോന്നും ചെയ്തും പരീക്ഷണം നടത്തി ഓക്കെ. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഇതൊരു പരീക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പാൽപ്പൊടി വാങ്ങുന്നത്. ഞാൻ അങ്ങനെ പാൽപ്പൊടി വാങ്ങാറില്ല. എവരിഡേ കണ്ടു. അപ്പം ഞാൻ കരുതി ഒന്നുണ്ടാക്കി നോക്കാം എന്ന് കരുതി അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ സ്റ്റീൽ പാത്രത്തിലായപ്പോഴത് കുളമായി. ഇപ്പോൾ ഇത് അടുത്ത് നോൺ സ്റ്റിക്കിൽ കുളമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് സ്റ്റൗവിലോട്ട് പോവുമോ അതേ ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒരിക്കലും പാല് ഐറ്റംസ് ഒന്നും ഇത്ര ചെറിയ പാത്രമൊക്കെ എടുത്തേ ഉണ്ടാക്കുള്ളൂ. അതാകുമ്പോൾ അകത്ത് കിടക്കുവേ. ഇത് ഈ കോൺഫ്ലവർ കിടക്കുന്നതുകൊണ്ട് ഇത് അടിയിലോട്ട് പിടിക്കും. കോൺഫ്ലവർ അതിനാണല്ലോ ഇടുന്നത്. നമ്മളത് കട്ടി പിടിക്കാൻ വേണ്ടിയാണ് ഇതിടുന്നത്. ഇപ്പം ഇവിടെ കഴിക്കാനായതുകൊണ്ട് ഇതിന് ഇനിയിപ്പോൾ കൂടുതൽ കട്ടിയാക്കണമെന്നില്ല. ഇവിടെ മക്കൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതെങ്ങനെ കട്ടിയാക്കണമെന്ന് എനിക്കില്ല. നമ്മൾ പായസം വെച്ചാലും നമ്മളങ്ങനെയല്ലേ, നമ്മൾ പാലൊഴിച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഇത് വാങ്ങി ഒഴിക്കും. ഇതൊക്കെ കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിലിനി തിളച്ചതിന് ശേഷം ഞാൻ പഞ്ചസാര ഇടാം. അപ്പോൾ ഇത് ഏകദേശം കുറുവി തുടങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് അധികം നേരം ഇത് ഇട്ടേക്കാൻ പറ്റൂല. എൻ്റെ മിൽക്ക് മെയ്ഡ് വേറെ വല്ലതും ആയി മാറും എന്നാണ് തോന്നുന്നത് കേട്ടാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഇതിന് നല്ലതായിട്ട്. ഇത് ഞാനായതുകൊണ്ട് ഇങ്ങനെ കുളമായെന്നുള്ളൂ. ഞാനിതിലേക്ക് പഞ്ചസാര ഇടാൻ പോവുകയാണേ. പക്ഷെ ഇത് നല്ല തിളച്ചില്ല.
അത് തിളക്കണ മുമ്പ് അതിങ്ങനെ അടിയിൽ നോൺ സ്റ്റിക്ക് ആയിട്ട് പോലും അതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ ആവേണേ. ഇതിന് കരിഞ്ഞ് ഏത് പരുവത്തിലെത്തുമെന്ന് എനിക്കറിയില്ല. അതാ കണ്ട അതിൻ്റെ മിൽക്ക് മെയ്ഡ്, കുളം മിൽക്ക് മെയ്ഡാണ്. ഇത് തിളയ്ക്കുമ്പോൾ എന്തായാലും കൂറും, പക്ഷെ ഇത് തിളയ്ക്കുന്നില്ല. തിളയ്ക്കാൻ പറ്റില്ല, അതിന് മുമ്പ് അടി പിടിക്കുന്നു. അടിയിലങ്ങ് കരിഞ്ഞ് അത് എൻ്റെ സ്റ്റൗ ഇരിക്കുന്നതിൻ്റെ ഷേപ്പിൻ്റെ ആണോ എന്തെന്ന് എനിക്കറിയില്ല. ടിക്ക് ടിക്ക് കേട്ടോണ്ടിരിക്കുക. അവരും ഡാൻസ് കളിക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെയാണ് എനിക്ക് തോന്നണേ. ഒരു ഡാൻസ് കളിക്കുക, എൻജോയ് ചെയ്യണേ കേട്ടോ. സ്റ്റൗവും പാത്രവും കൂടെ നമുക്കൊന്ന് ഇങ്ങനെ കറക്കി നോക്കാം.